ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ശൂന്യങ്കാരത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വിഷയം വിശ്വാസം അഥവാ ഫെയ്ത്ത്. ശൂന്യങ്കാരത്തി വളരെ ദൈവവിശ്വാസമുള്ള സ്ത്രീയായിരുന്നു. അവൾ ജീവിച്ചിരുന്ന കാലഘട്ടം നോക്കുമ്പോൾ ഇസ്രായേൽ വളരെ പിന്മാറ്റത്തിലേക്ക് പോയ ഒരു ദേശമായിപ്പോയി. ദൈവത്തെ ഭയപ്പെട്ട് വിശ്വസിക്കുന്നവരും ആരാധിക്കുന്നവരും വളരെ കുറച്ചുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കൂട്ടത്തിൽ ഉള്ള ഒരു സ്ത്രീയായിരുന്നു ഈ ശൂന്യങ്കാരത്തി. ശൂന്യങ്കാരത്തി എലീശാ പ്രവാചകന് ചെയ്തു കൊടുത്ത കരുതലുള്ള സൽപ്രവൃത്തികൾ നിമിത്തം ദൈവം അവളെ അനുഗ്രഹിച്ച് പ്രതിഫലമായിട്ട് ഒരു മകനെ നൽകുന്നു. എലീശാ പ്രവാചകൻ അവളോട് പറയുന്നു, നിനക്കൊരു മകൻ ജനിക്കുമെന്ന്. പെട്ടെന്ന് അവളുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു, യജമാനനെ, അടിയനോട് ഭോഷ്ക് പറയരുതേ എന്ന്. അത് അവളുടെ അവിശ്വാസത്തിൽ നിന്നുള്ള വാക്കുകളായിരുന്നില്ല. അവളുടെ മനസ്സിൽ അത്രമാത്രം അവൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു ഒരു മകൻ വേണമെന്ന്. പെട്ടെന്ന് ഒരു മകൻ ജനിക്കുമെന്ന് അപ്രതീക്ഷിതമായി കേട്ടപ്പോൾ അവളുടെ മാനസിക വികാരത്തിൽ നിന്നും വന്ന വാക്കുകളായിരുന്നു അത്. എലീശാ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ അവൾക്ക് അടുത്ത വർഷം ഒരു മകൻ ജനിക്കുന്നു. ആ മകനെ അവൾ ലാളിച്ച് സ്നേഹിച്ചും വളർത്തുന്നു. 18-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ബാലൻ വളർന്നപ്പോൾ ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്ന തൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നു എന്ന്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത് കൊയ്ത്തുകാലമായിരുന്നു. കൊയ്ത്തുകാലം വളരെ ചൂടുള്ള സമയമാണ്. ശൂന്യങ്കാരത്തിൻ്റെ ഭർത്താവ് വലിയ ധനികനായിരുന്നു. ധാരാളം വയലുണ്ടായിരുന്നു. അതിനാൽ കൊയ്ത്ത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. കൊയ്ത്തിൻ്റെ നാളുകളിൽ വയലിൻ്റെ യജമാനനും കൊയ്ത്തുകാരോടുകൂടെ വയലിൽ തന്നെയായിരിക്കും അധിക സമയവും തങ്ങുന്നത്. രൂത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ബോവാസ് രാത്രിയിൽ കിടന്നിരുന്നത് വയലിലായിരുന്നു. അതുകൊണ്ട് പിതാവിൻ്റെ അടുത്തേക്ക് ആ കുഞ്ഞിനെ അമ്മ പോകുവാനായി അനുവദിക്കുന്നു. അവിടെ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ ബാലൻ എൻ്റെ തല എൻ്റെ തല എന്ന് പറഞ്ഞ് കരയുന്നു. ഞാൻ വിചാരിക്കുന്നത് അത് ഒരു സൺസ്ട്രോക്ക് ആയിരുന്നിരിക്കും എന്ന്. കാരണം ഇസ്രായേലിലെ ചൂട് അത്ര കഠിനമാണ്. അധികം വെയിലും മഞ്ഞും ഒന്നും ഏൽക്കാതെ വളരെ ലാളിച്ചു വളർത്തിയ ഒരു മകനായിരിക്കാം. പെട്ടെന്ന് പിതാവ് കുഞ്ഞിനെ അമ്മയുടെ അടുത്തേക്ക് അയക്കുന്നു. ഉച്ചയായപ്പോൾ ആ മകൻ അമ്മയുടെ മടിയിലിരുന്ന് മരിക്കുന്നു. ഈ ശൂന്യങ്കാരത്തിയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ നമ്മൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്തൊരു വേദനയും ദുഃഖവുമായിരുന്നിരിക്കാം ആ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അവൾ ഭർത്താവിനെ വിളിക്കുകയോ സ്വന്തക്കാരെ അറിയിക്കുകയോ ചെയ്ത ആ വീട് ഒരു മരണ വീടായി മാറ്റുന്നില്ല. പകരം അവൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധി തേടി പോകുവാനാണ് തീരുമാനം എടുക്കുന്നത്. തീരുമാനം എടുക്കുവാൻ ദൈവം അവൾക്ക് നല്ല കഴിവ് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് അവൾ ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ പ്രവൃത്തി, അവൾ ബാലനെ എടുത്ത് കയറി ചെന്ന് ദൈവപുരുഷൻ്റെ കട്ടിലിന്മേൽ കിടത്തി വാതിലടച്ച് പുറത്തിറങ്ങുന്നു. ബാലൻ കിടന്ന കട്ടിലിൽ അല്ല കിടത്തിയത്. കാരണം ദൈവപുരുഷൻ്റെ മുറിയിൽ ദൈവസാന്നിധ്യം ഉണ്ടെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. എന്നിട്ട് ഭർത്താവിനെ വിളിച്ച്, ഞാൻ വേഗത്തിൽ ദൈവപുരുഷൻ്റെ അടുക്കലോളം പോയി വരേണ്ടതിന് എനിക്കൊരു ബാല്യക്കാരനെയും കഴുതയെയും അയച്ചു തരണമേ എന്ന് പറയുന്നു. അപ്പോൾ ഭർത്താവ് അവളോട്, ഇന്ന് അമാവാസിയോ ശബത്തോ അല്ലല്ലോ, പിന്നെ എന്തിനു പോകുന്നു എന്ന് ചോദിക്കുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അവൾ ദൈവത്തെ ആരാധിക്കുവാനായി കർമ്മേൽ പർവ്വതത്തിൽ പോവുക പതിവായിരുന്നു. അവൾ വേണ്ടതില്ല എന്ന് പറഞ്ഞ് യാത്ര പോകുന്നു. അവൾ യാത്ര തുടങ്ങുമ്പോൾ ബാല്യക്കാരനോട് ഇപ്രകാരം പറയുന്നു, ഞാൻ പറഞ്ഞിട്ടില്ലാതെ വഴിയിൽ എവിടെയും നിർത്തരുത് എന്ന്. ഒന്ന് മനസ്സിലാക്കണം, ഇതൊരു ദുർഘടം നിറഞ്ഞ ദീർഘയാത്രയായിരുന്നു. അവളുടെ വിശ്വാസത്തിൻ്റെ ഒരു യാത്ര. അവളുടെ ശരീരവും മനസ്സും വളരെ വേദനിച്ചും തളർന്നുമുള്ള ഒരു യാത്രയാണ്. എത്രയും പെട്ടെന്ന് അവൾക്ക് ലക്ഷ്യത്തിലെത്തണം. കുഞ്ഞിൻ്റെ ബോഡി പ്രിസർവ് ചെയ്യാതെയാണ് കട്ടിലിൽ കിടത്തിയിട്ട് വന്നിരിക്കുന്നത്. ഇസ്രായേലിലെ ചൂടിൽ ബോഡി ഡീക്കേ ആകുവാൻ സാധ്യതയുണ്ട്. മണിക്കൂറുകൾ എടുക്കും പോയി വരുവാനായിട്ട്. നമ്മുടെ വിശ്വാസയാത്രയിലും
പലവിധ കഷ്ടങ്ങളും ചോദനകളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ മനസ്സ് പതറിപ്പോകരുത്. നമ്മളുടെ ലക്ഷ്യം മാറിപ്പോകരുത്. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മളുടെ യാത്ര, അതായത് ഓട്ടം, സ്ഥിരതയോടെ ഓടുകയാണ് വേണ്ടത്. ഈ സ്ത്രീയുടെ വിശ്വാസം ഒരു ഉറച്ച വിശ്വാസമായിരുന്നു. അബ്രഹാമിനുണ്ടായിരുന്ന വിശ്വാസമായിരുന്നു ഈ സ്ത്രീക്കും ഉണ്ടായിരുന്നത്. അബ്രഹാം എന്താണ് വിശ്വസിച്ചത്? ഇസ്ഹാക്കിനെ യാഗം കഴിച്ചാലും മരിച്ചവരിൽ നിന്നും തൻ്റെ മകനെ ഉയർപ്പിപ്പാൻ താൻ വിശ്വസിക്കുന്ന ദൈവം ശക്തനാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ചെയ്തത്. അതേ വിശ്വാസമാണ് ഇവിടെ ശൂന്യംകാരത്തിക്കും ഉണ്ടായിരുന്നത്. മരിച്ച തൻ്റെ മകനെ ഉയർപ്പിപ്പാൻ താൻ വിശ്വസിക്കുന്ന ദൈവം ശക്തനാണെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. അവളുടെ യാത്ര ഒരു ദീർഘയാത്രയാണ്, കഠിനമായ യാത്രയാണ്. മണിക്കൂറുകൾ എടുക്കും അവിടെ എത്തി തിരിച്ചു വരുവാൻ. എന്നാലും അവൾ മടുത്തു പോകാത്ത അവളുടെ വിശ്വാസം. അവൾ പർവ്വതത്തിലെത്തിയപ്പോൾ എലിശ പ്രവാചകന്റെ കാൽ പിടിക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. എലിശ പ്രവാചകൻ ശൂന്യംകാരിയുമായിട്ട് അകൽച്ച പാലിച്ച ഒരു ദൈവപുരുഷനായിരുന്നു. എന്നാൽ അവൾക്ക് വലിയ മനോവ്യസനം ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രവാചകൻ അവളെ തടയുന്നില്ല. അവൾ ഒരു ചോദ്യം ചോദിക്കുന്നു. ഞാൻ യജമാനനോട് ഒരു മകനെ ചോദിച്ചുവോ? എന്നെ ചതിക്കരുത് എന്ന് പറഞ്ഞില്ലേ എന്ന്. നമ്മളും ദൈവസന്നിധി വരുമ്പോൾ നമ്മളുടെ ഹൃദയഭാരങ്ങളെ ദൈവത്തോടെ ധൈര്യത്തോടെ അറിയിക്കാം. പ്രവാചകന് മനസ്സിലാകുന്നു അവളുടെ മകൻ മരിച്ചുപോയെന്ന്. പെട്ടെന്ന് തൻ്റെ വടിയുമായി ഗേഹസിയെ ശൂനേമിലേക്ക് അയക്കുന്നു. എന്നാൽ അവൾ പ്രവാചകന്റെ കാല് പിടിച്ച്, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുന്നു. അവളുടെ മുറുകെ പറ്റുന്ന വിശ്വാസം. പ്രവാചകന് മനസ്സിലായി അവളുടെ വിശ്വാസം മുറുകെ പറ്റുന്ന വിശ്വാസമാണ് എന്ന്. എന്തെന്നാൽ ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുക്കുമ്പോൾ എലിശ പ്രവാചകനും ഇതേ വാക്കുകൾ തന്നെയാണ് പറഞ്ഞത്. പ്രവാചകൻ അവളുടെ കൂടെ പോകുന്നു. ബാലം കിടന്ന മുറിയിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ച് അവനെ ഊരിത്തെഴുന്നേൽപ്പിച്ച് അമ്മയ്ക്ക് കൊടുക്കുന്നു. ഈ ബ്രൂസ് 11:35 നമ്മൾ വായിക്കുന്നു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടിയെന്ന്. ഇത് ശൂന്യംകാരത്തിയുടെയും സരേഫാത്തിലെ വിധവയുടെ മക്കളെ ഉയർത്തെഴുന്നേൽപ്പിച്ച അതിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ വിശ്വാസത്താലാണ് അവരുടെ മക്കളെ അവർക്ക് ജീവിപ്പിച്ച് തിരികെ കിട്ടുന്നത്. ശൂന്യംകാരത്തിയെ നോക്കൂ. അവളുടെ വിശ്വാസം ഉറച്ച, മടുത്തു പോകാത്ത, മുറുകെ പിടിക്കുന്ന വിശ്വാസത്തോടെ അവൾ ദൈവസന്നിധിയിൽ പോകുന്നു. ദൈവം അവളുടെ വിശ്വാസം കണ്ട് അവളുടെ മകനെ ജീവിപ്പിച്ച് അവൾക്ക് നൽകുന്നു. നമ്മൾക്കും നമ്മുടെ പിതാവ് ഒരു കൃപാസനം ഒരുക്കിയിട്ടുണ്ട്. ഏത് സമയത്തും ആ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പലവിധ ശോധനകളും പരീക്ഷകളും നേടുമ്പോൾ വിശ്വാസത്തിൻ്റെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊണ്ട് പ്രത്യാശയോടെ ധൈര്യത്തോടെ നമുക്ക് അഭയം പ്രാപിക്കാം. നമ്മളുടെ പിതാവ് കരുണയുള്ളവരാണ്, മനസ്സലിവുള്ളവരാണ്, വിശ്വസ്തരാണ്, നമ്മളെ സഹായിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.